CPM വിമതർ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ മുൻ MLA-യും KTDC മുൻ ചെയർമാനുമായ PK ശശി പങ്കെടുക്കും. CPM-ലെ അസംതൃപ്തരായ ഒരു വിഭാഗം ആളുകളാണ് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പാലക്കാട് ചന്ദ്രനഗർ ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ യോഗം ചേരുന്നത്. ഇതൊരു ശക്തി തെളിയിക്കൽ പരിപാടിയല്ലെന്നാണ് CPM വിമതരുടെ മറുപടി. പാലക്കാട് ജില്ലയിലെ CPIM-ൽ അസംതൃപ്തരായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ്, അല്ലാതെ ഇപ്പോൾ ശക്തി തെളിയിക്കുന്ന ഒരു പ്രകടനമോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഒന്നുമല്ല. CPIM-ൽ അസംതൃപ്തരായ പാലക്കാട് ജില്ലയിലെ നിരവധി പ്രവർത്തകരുണ്ട്. അവരുടെ ഒരു കൺവെൻഷൻ, പ്രവർത്തകരുടെ മാത്രമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് നാളെ ഇവിടെ ചേരുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കും. മുൻ MLA-യും KTDC-യുടെ ചെയർമാനുമായിരുന്ന സഖാവ് PK ശശി അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PK ശശി രംഗത്തെത്തുമെന്ന് അഭ്യൂഹം പരക്കുന്നതിനിടെയാണ് PK ശശി CPM വിമത യോഗം ഉദ്ഘാടനം ചെയ്യാൻ പാലക്കാട് എത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ പാലക്കാട് നടക്കുന്ന CPM വിമത യോഗത്തിലാണ് PK ശശി എത്തുന്നത്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റിയിലുള്ള 5 അംഗങ്ങൾ കൂടി പിന്നീട് വിമതപക്ഷത്തിലേക്ക് മാറുമെന്ന് CPM വിമതർ പറയുന്നു. അതായത് CPIM-നകത്ത് അസംതൃപ്തി നേരിടുന്ന നിരവധി സഖാക്കൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കകത്തുണ്ട്. അതിൽ 5ഓളം വരുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ ഈ കൺവെൻഷന്റെ ഭാഗമാവില്ല. പക്ഷെ അവരുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്, ശരീരം മാത്രമേ അപ്പുറത്തുള്ളൂ എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അവർ കൂടി പിന്നീട് ഈ കൺവെൻഷൻ ഞങ്ങളുടെ ഭാഗമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിരവധി തവണ ഈ 2-3 വർഷത്തിനിടയിൽ മാത്രം നടപടിക്ക് വിധേയരായിട്ടുള്ള 100 കണക്കിന് ലോക്കൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർ, വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചവർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ശക്തി തെളിയിക്കുന്ന പ്രകടനമോ പങ്കാളിത്തമോ അല്ല, പ്രവർത്തകർ മാത്രമായിട്ടുള്ള ഒരു കൺവെൻഷൻ. CPM-നുള്ളിലെ ഒരു കൂട്ടം പെട്ടിതൂക്കി ആളുകളെ മാത്രം സംരക്ഷിച്ചു പോരുന്ന സമീപനമാണ് പാലക്കാട് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത്. ഇതിനെ സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് വിമർശനം. കഴിഞ്ഞ 3 വർഷത്തിലധികമായി 100 കണക്കിന് പ്രവർത്തകരെയാണ് CPM ജില്ലാ നേതൃത്വം നടപടിക്ക് വിധേയമാക്കിയത്. വ്യാഴാഴ്ച നടക്കുന്ന CPM വിമത യോഗത്തിലൂടെ പ്രധാനമായും ഒരു കമ്മിറ്റിയെ രൂപീകരിക്കും. പിന്നീട് താഴെത്തട്ടിലേക്ക് സംഘടനാ പ്രവർത്തികൾ നിയന്ത്രിക്കാനാണ് തീരുമാനിക്കുക. നിലവിൽ ഒരു കൂട്ടായ്മ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനങ്ങൾ ഒന്നുമായിട്ടില്ല. ജില്ലാ നേതൃത്വം ധാർഷ്ട്യമാണ് കാണിക്കുന്നതെന്നും ഇതിനെതിരെയാണ് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയതുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പിന്നീട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. നിലവിൽ CPM ജില്ലാ നേതൃത്വം നടപടി പാർട്ടിയായി മാറുന്നുവെന്നും പ്രവർത്തകർ ആരെങ്കിലും വിമർശിച്ചാൽ അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കുന്നു എന്ന സമീപനമാണ് ഇപ്പോൾ CPM ജില്ലാ ഘടകത്തിനുള്ളത് എന്നുമാണ് വിമർശനം.